ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യ തൻ്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഇവിടെ പപ്പി എന്ത് ഉത്തരം പറയണമെന്ന് അറിയാതെ പകച്ചു നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നീട് പപ്പി പറയാണ്, മോളെ ഞാൻ കാണാൻ വരാം എന്നുള്ള ആ ഒരു കാര്യം പറയാണ് കേട്ടോ. ഈ സമയം സത്യമാണെങ്കിലും ഇത് തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് പപ്പി ശാലിനിക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാണ്, എന്ത് ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഇവരുടെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ആ ഫംഗ്ഷനിൽ അതായത് ഇങ്ങനെ ഒരു പാട്ട് മത്സരം അങ്ങനെ എന്തോറ്റാണ് വരുന്നത്. അങ്ങനെ ഈ സമയം ആ ഒരു ഫംഗ്ഷനിൽ തൻ്റെ അച്ഛൻ എത്തുമോ എന്ന് സത്യ ആവശ്യപ്പെടുകയാണ്. അച്ഛൻ ആ ഫംഗ്ഷന് എത്തിയില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ആ പാട്ടിന് കയറില്ല എന്നുള്ള ആ ഒരു വാശിയൊക്കെ കുട്ടി പിടിക്കൂട്ടോ. ഈ സമയം പപ്പിക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെ പപ്പി ആകെ പകച്ച് നിന്ന് പോവാണ്. അങ്ങനെ പപ്പി ശാലിനിയോട് കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് അങ്ങനെ ശാലിനി പറയണേ, മോളെ ഞാൻ വരാൻ നിന്ന് നീ അങ്ങ് പറഞ്ഞേക്ക്, അച്ഛൻ എത്തിക്കോളാം എന്നുള്ള വാക്ക് നീ പറയെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന പപ്പി ശരിയെന്ന ആ ഒരു വാക്ക് ഇങ്ങനെ സത്യയോട് പറയണേ. അതായത് അച്ഛനായി സത്യയുടെ മുന്നിൽ അച്ഛൻ എത്തിയിരിക്കും എന്നുള്ള ആ വാക്ക് പപ്പി നൽകുകയാണ് കേട്ടോ. അങ്ങനെ സത്യ ഒരുപാട് സന്തോഷത്തിലാണ്. എൻ്റെ അച്ഛൻ ഇന്ന് എൻ്റെ പ്രോഗ്രാമിന് എത്തിയിരിക്കും എന്നുള്ള ആ വാക്ക് ശാലിനിയോട് ശാരദാമ്മയോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ശാരദാമ്മയാണെങ്കിൽ മോളെ ആരായിരിക്കും അച്ഛനായി വരിക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ശാലിനിയോട് പറയുന്നുണ്ട്. അപ്പോൾ ശാലിനി ആണെങ്കിൽ ഈ സത്യങ്ങളൊന്നും ശാരദാമ്മയോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പപ്പിയാണ് ഇതിൻ്റെ പിറകിൽ കളിക്കുന്നത് എന്ന സത്യം പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഈ സമയം ശാരദാമ്മ ഒരു തീരുമാനം എടുക്കുകയാണ്. മോളുടെ പ്രോഗ്രാം ഇന്ന് ഞാനും കാണാൻ പോവാണ്, എന്തായാലും എനിക്കും ഇതിനൊരു തീരുമാനം ഉണ്ടാവണമെന്ന് അറിഞ്ഞും കൊണ്ട് തന്നെ സത്യയുടെ അച്ഛനായി പൊളിഞ്ഞും പാത്തും വിളിക്കുന്ന ആ ആളെ എനിക്കും കാണണമെന്ന് തീരുമാനിച്ചും കൊണ്ട് തന്നെ ശാരദാമ്മ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ സത്യഭാമയും ശ്യാമയും രോഹിത്തൊക്കെ വന്നിട്ടുണ്ടാവും, വിഷ്ണു മാത്രം വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഈ പ്രോഗ്രാം ഇങ്ങനെ നടക്കുന്ന സമയത്ത് സത്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ അച്ഛൻ എന്നെ കാണാൻ എത്തും എന്നിങ്ങനെ രമേഷിനോടും കൂട്ടാളികളോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് പപ്പിയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് സത്യഭാമയും കേൾക്കണം കേട്ടോ. അപ്പോൾ സത്യം പറയുന്നുണ്ട്, എന്നെന്തായാലും എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വേണ്ടി വരുമെന്ന് പറയണേ. അങ്ങനെ ഈ പ്രോഗ്രാമൊക്കെ നടക്കുകയാണ്. പിന്നീട് ഫസ്റ്റ് പ്രൈസ് സത്യക്കും പപ്പിക്കും തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് നൽകാൻ വേണ്ടി സത്യയെ വിളിക്കുമ്പോൾ സത്യ പറയണേ, ഇല്ല ഞാൻ പോവില്ല, എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വേണ്ടി വരും, എൻ്റെ അച്ഛൻ ഈ ഒരു സമയം ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സമയം മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് എണീക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഒരു ബുള്ളറ്റിൽ ഒരാളിങ്ങനെ വരുന്നത് കാണിക്കുന്നുണ്ട്. നല്ല സ്പീഡിൽ പറപ്പിച്ചും കൊണ്ട് ഇങ്ങനെ വരുന്ന ആ ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആരുമല്ല, ശാലിനി ആയിരിക്കും. ശാലിനി വേഷം മാറി ഒരു ആൺവേഷത്തിൽ ബുള്ളറ്റിൽ ആ പഴയ ബുള്ളറ്റിൽ വരവുണ്ടല്ലോ, അതുപോലത്തെ ഒരു വരവ് ശാലിനി ബുള്ളറ്റിൽ ഇങ്ങനെ സ്കൂളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം സത്യം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് തൻ്റെ അച്ഛനെ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനൊന്നും വരുന്നില്ല, ഇനി വെറുതെ വാശി പിടിക്കണ്ട, നിന്റെ അച്ഛനൊന്നും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയം കാണാം ശാലിനി ബുള്ളറ്റിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്നത്. പിന്നീട് സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് സത്യയുടെ മുന്നിലങ്ങ് വന്ന് നിൽക്കുകയാണ്. മോളെ ഞാനാണ് നിന്റെ അച്ഛൻ എന്ന് പറയണത്. ഇതേ സമയം ശാരദാമ്മക്ക് ഞെട്ടിപ്പോവാണ് കേട്ടോ. താൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരാൾ തൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവരാരെ എന്നുള്ള ആ ഒരു ദേഷ്യഭാഗത്ത് ശാരദാമ്മയെ നിൽക്കണം കേട്ടോ. ഈ സമയം സത്യഭാമയെ ആകെ പകച്ചു പോവാണ്. അപ്പോൾ സത്യഭാമ ശ്യാമയോട് പറയുന്നുണ്ട്, നിന്റെ ഏട്ടത്തി കണ്ടില്ലടി, ഇതാണ് നിന്റെ ചേച്ചി, എപ്പോഴും മാനോളം പുകർത്താറുണ്ടല്ലോ നീയും നിന്റെ എൻ്റെ മകനുമൊക്കെ, എല്ലാവരും ഇപ്പോൾ എന്താ ഉണ്ടായത്, അവളുടെ അച്ഛൻ യഥാർത്ഥ അച്ഛൻ ഇത് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സത്യമ്മ ശ്യാമ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിൽ ശാരദാമ്മയുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം നിറഞ്ഞൊഴുകാണ്. ഇതിപ്പോൾ ആര്, ശാലിനി എവിടെ, ശാലിനിയാണ് വിളിച്ചാൽ കിട്ടുന്നില്ല, അവിടെ എവിടെ പോയിരിക്കുന്നത് എന്ന് ഇങ്ങനെ ശാരദാമ്മ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ മുന്നിൽ നിൽക്കുന്ന വേഷം മാറി അച്ഛനായി വന്നിരിക്കുന്നത് ശാലിനി എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഈ സത്യം പപ്പിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പപ്പിയാണെങ്കിലും എൻ്റെ ചേച്ചിയമ്മ ആൾ കൊള്ളാലോ എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യയുടെ അടുത്തോട്ട് വരികയാണ്. മോളെ ഞാനാണ് നിൻ്റെ അച്ഛൻ, ഞാനാണ് നിനക്ക് ഫോണിൽ വിളിക്കാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സൗണ്ടിൽ ഒരു വ്യത്യാസമുണ്ടല്ലോ എന്നിങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശാലിനി അവിടെ പതറിയും കൊണ്ട് പറയണം, അത് ഫോണിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ലേ വരത്തുള്ളൂ, അതുകൊണ്ടാണ് എന്നിങ്ങനെ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് പിന്നീട് സത്യയോട് ശാലിനി പറയണം, ഞാൻ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറയണം. അപ്പോഴേക്കും സത്യഭാമ വിഷ്ണുവിനെ വിളിക്കണം, നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തണമെന്ന് പറയണേ. അങ്ങനെ വിഷ്ണു എന്താണാവോ എന്ന് ആലോചിച്ച് വിഷ്ണു പെട്ടെന്ന് തൻ്റെ വീട്ടിൽ നിന്ന് ഈ പരിപാടി നടക്കുന്നിടത്തേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശാലിനി വണ്ടിയിൽ കയറി ഇങ്ങനെ പോകാനൊരുങ്ങുന്ന ആ ഒരു ഇതായിരിക്കും. അപ്പോൾ വിഷ്ണു ഇങ്ങനെ അവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് സത്യാമ്മ പറയാണ്, ദാ ആ പോകുന്നടാ സത്യയുടെ അച്ഛൻ, നിന്നെ ശാലിനി വിഡ്ഢിയാക്കി കൊണ്ടിരിക്കുക, ഞാൻ അപ്പോഴും എന്നോട് പറഞ്ഞതാണ് വല്ലവർക്കും കുരുത്ത മകളാണ് ആ പെണ്ണെന്ന്, എന്നിട്ടിപ്പോൾ നീയും കൂടി അടക്കം അവളെ
ആ വീട്ടിൽ താമസിപ്പിക്കാൻ നീയും കൂടി എത്രമാത്രം എന്നോട് വാശി പിടിച്ചിരിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ അവളുടെ അച്ഛൻ വന്നിരിക്കുന്നത്, അത് ശാരദാമ്മ പോലും എതിർത്തില്ല എന്ന് പറയണ്ട. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് വിഷ്ണുവിന് ആകെ സങ്കടമാണ്. പക്ഷെ കാറിൽ ഈ ബൈക്കിൽ ഇങ്ങനെ കയറിപ്പോകുന്ന ആ ഒരു ബാക്ക് വശം മാത്രമേ വിഷ്ണു കാണുന്നുള്ളൂ കേട്ടോ. മുൻവശം കാണുന്നില്ല. കാരണം ഒരൊറ്റ നോട്ടത്തിൽ ശാലിനിയാണെന്ന് വിഷ്ണുവിന് അപ്പം തിരിച്ചറിയാൻ കഴിയും. ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ മുന്നിൽ പെട്ടെന്ന് നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഈ പിറകുവശം മാത്രമേ കാണുന്നുള്ളൂ. കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരാളായിട്ടാണ് വരുന്നത് ശാലിനി. അങ്ങനെ വിഷ്ണു നിറകണ്ണുകളോട് കൂടി നിൽക്കാനായിട്ട് ആ കാഴ്ച തനിക്ക് കാണാൻ പോലും ചിന്തിക്കാൻ പോലും ആവാനാവാത്ത അത്രയും പ്രതിസന്ധിയോടുകൂടി വിഷ്ണു തൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോവാണ്. ഈ സമയം ശാലിനിയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നുണ്ട്. തൻ്റെ ശാലിനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്, താൻ എന്താണ് ഇവിടെ തൻ്റെ കൺമുന്നിൽ നടക്കുന്നത്. സത്യയുടെ അച്ഛൻ പറഞ്ഞ ഒരാൾ വന്നിരിക്കുന്നു, ശാലിനിയാണെങ്കിൽ അതിനെ എതിർക്കുന്നില്ല, ശാരദാമ്മയാണെങ്കിൽ എതിർക്കുന്നില്ല. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, തന്നെ ശാലിനി കബളിപ്പിച്ചോ എന്ന ആ ഒരു തോന്നലൊക്കെ വിഷ്ണുവിൻ്റെ ഉള്ളിൽ തോന്നാൻ കേട്ടോ. അങ്ങനെ വിഷ്ണു ഇങ്ങനെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്, വിഷ്ണു ഇങ്ങനെ സങ്കടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യഭാമയെ വിഷ്ണുവിൻ്റെ പിറകെ വരുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അവിടെ രാഘവൻ ചോദിക്കുകയാണ്, എന്താ പ്രശ്നം, ഇവനെ കണ്ണൊക്കെ എന്താ നിറഞ്ഞിരിക്കുന്നത്, നീ എന്തിനാ ഇവനെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനെ വിളിച്ചത് ഇവനെ പൊട്ടനായി നടക്കൽ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ, ഒരു ശാലിനി പുരാണവും പാടി ഇവൻ കുറേ നാളായല്ലോ ശാലിനിയുടെ പിറകെ നടക്കുന്നത്, എന്നാൽ അവളെന്ന വഞ്ചകി ഇവനെ ചതിച്ചിരിക്കുന്നു എന്ന സത്യം പറയാൻ വേണ്ടിയാണ് ഞാൻ അവനെ വിളിച്ച് വെച്ചിരിക്കുന്നത്. ഇവളും കൂടി അടക്കത്തിന് കൂട്ടാണല്ലോ എന്ന് ക്ഷമയെ പറയുമ്പോൾ ക്ഷമ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഈശ്വര, അതെൻ്റെ കുഞ്ഞേച്ചിയാണ്, അതിന് ആരാണെന്ന് എനിക്കറിയില്ല, എൻ്റെ കുഞ്ഞേച്ചിയെ വഞ്ചിക്കാൻ വന്നിരിക്കുന്ന ആളാണ്, എന്തായാലും കുഞ്ഞേച്ചി എന്തോ അപകടത്തിൽ പെടാൻ പോകുന്നു എന്നിങ്ങനെ ശ്യാമ ചിന്തിക്കുകയാണ്. ശ്യാമക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഈ സമയം കാണാം വിഷ്ണു ഒന്നും ഇല്ലാതെ കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ, എന്താ നിങ്ങൾക്കാർക്കും നാക്കില്ലേ, ഇപ്പോൾ ശാലിനിയെക്കുറിച്ച് പറയാനേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, സത്യ എന്ന് പറയുന്ന ആ പെണ്ണ് ആർക്കും ഉണ്ടായതാണെന്ന് നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞത്, അവൾ ഈ വീട്ടിലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഉണ്ടായത്, അവളുടെ അച്ഛൻ അവളെ തിരക്കി വന്നിരിക്കുന്നു എന്ന് പറയുന്നിട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് രാഘവനും വിശ്വസിക്കാനാവുന്നില്ല. രാഘവൻ പറയണേ എവിടെയാണ് പിഴച്ചത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് രാഘവൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ സത്യ ഇങ്ങനെ ഹോട്ടലിലോട്ട് തൻ്റെ അച്ഛനോട് വരാൻ പറയണേ, എനിക്ക് വീണ്ടും അച്ഛനെ കാണാൻ ഞാൻ കണ്ടിട്ട് കൊതി മാറിയില്ല, എൻ്റെ അച്ഛൻ്റെ കൂടെ എനിക്കൊരു ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കാൻ കേട്ടോ പപ്പിയുടെ ഫോണിലോട്ട്. അപ്പോൾ പപ്പി ഈ കാര്യം ശാലിനിയോട് വിളിച്ച് പറയാണ്. അങ്ങനെ പിന്നീട് ഹോട്ടലിൽ വെച്ച് ഇവർ കാണണം കേട്ടോ. അങ്ങനെ ഈ ഹോട്ടലിൽ വെച്ച് കാണുമ്പോൾ ശാരദാമ്മ മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ശാരദാമ്മ വേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഈ പപ്പിയുടെ അച്ഛൻ ഇനി വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഈ ജ്യൂസ് ഇങ്ങനെ കുടിക്കണം. അപ്പോൾ ശാലിനിയാണെങ്കിലും അച്ഛനായി നിന്നും കൊണ്ട് തന്നെ തൻ്റെ മകളെങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. കാരണം തൻ്റെ മകളുടെ മനസ്സ് പിടിവിട്ട് പോകുന്നത് കൊണ്ടാണ് ശാലിനി ഈ വേഷം മാറൽ നടത്തിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ശാലിനി നല്ല സന്തോഷത്തോടു കൂടി തൻ്റെ മകൾക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. ഇനി അച്ഛന് തിരക്കുണ്ട്, ഞാൻ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നത് കേട്ടോ. കാരണം സത്യഭാമയെ ഇവരെ അറിയിച്ചിട്ടുണ്ടാവും, സത്യയുടെ അച്ഛൻ വീണ്ടും വന്നിരിക്കുന്നതെന്ന് സത്യം അറിയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വിഷ്ണു പാഞ്ഞു വരികയാണ്. അപ്പോഴും വിഷ്ണുവിന് നേരിട്ട് ശാലിനിയെ കാണാൻ കഴിയില്ല കേട്ടോ, ഈ പിറകുവശം തന്നെ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ പിന്നീട് ശാലിനി പോകുന്ന സമയത്ത് ശാരദാമ്മ എന്ത് ചെയ്യും, കൈകൾ അങ്ങ് പിടിച്ചു വലിച്ചിട്ട് റൂമിലോട്ട് ഒരൊറ്റ തള്ളണം കേട്ടോ. അതൊരു വലിയൊരു ഹോട്ടലായിരിക്കും. ആ ഒരു ഭാഗത്തോട്ട് തള്ളുമ്പോൾ ശാലിനി ഒന്ന് പകച്ചു പോവാണ്. നീ ആരടി, സത്യം പറയടി, ഈ ശാരദാമ്മയുടെ അടുത്ത് നിന്റെ കളി വേണ്ട, എൻ്റെ മകളെ കബളിപ്പിക്കാൻ നീ ആരടാ, നീ എന്തിനാടാ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൺവേഷമാണല്ലോ, ശാലിനിയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ കരണക്കുറ്റി നോക്കി ഒന്ന് ശാലിനിക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയം എൻ്റെ കുഞ്ഞിനെ കബളിപ്പിച്ചിരിക്കുന്ന ആരാണ്, അവളുടെ അച്ഛൻ ആരാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, നീ ആരാ മര്യാദക്ക് പറയുമെന്ന് പറഞ്ഞിട്ട് അടിക്കുമ്പോൾ ശാലിനിയുടെ തലയിലങ്ങ് തൊടണിട്ടോ. വേറൊരാളാണെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ശാരദാമ്മ തൊടുന്നത്. പക്ഷേ കയ്യിൽ ആ തലയിൽ വെച്ചിരിക്കുന്ന ആ മുടി ഉണ്ടല്ലോ, അതങ്ങ് കയ്യിൽ പോരാണ്. പിന്നീട് കാണുന്ന കാഴ്ച ശാലിനിയായിരിക്കും കേട്ടോ. ശാലിനിയെ കാണുന്നതിനോട് കൂടി ശാരദാമ്മക്ക് ദേഷ്യം പിടിക്കുകയാണ്. നീ ഇനി തുടങ്ങിയോ, ആ കുഞ്ഞിനെ ഇട്ട് പറ്റിക്കല്ലേ, എന്തിനാണ് നിന്റെ കുഞ്ഞിനെ തന്നെ ഇങ്ങനെ മാനസിക പിരിമുറുക്കം കൊടുക്കുന്നത്, അതിന് വെറുതെ അച്ഛനാണെന്ന് പറഞ്ഞ് നീ ഒരു വേഷം കെട്ടി കൊണ്ടുവന്നാൽ പിന്നീട് ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശാലിനി ഉണ്ടായ സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അമ്മേ, ഇവിടെ പപ്പിയാണ് യഥാർത്ഥ പ്രതി, പപ്പി അച്ഛനാണെന്ന് പറഞ്ഞ് പപ്പി അവളെ വിളിച്ച് കൊതിപ്പിച്ച് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നെ ഞാൻ എന്ത് വേണം, അവളുടെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവൾ ഓരോന്നിനും മുന്നിൽ എന്നെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ഞാൻ ഈ വേഷം കെട്ടല്ലാതെ ഞാൻ വേറെ എന്ത് ചെയ്യണം, വിഷ്ണുവേട്ടനെ ഞാൻ കൊടുന്ന് നിർത്തണം, വിഷ്ണുവേട്ടനോട് കാര്യങ്ങൾ തുറന്ന് പറയണോ എന്നൊക്കെ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ളൊരു സീനാണ് നടക്കുന്നത്. ചെറിയ ചേഞ്ച് മലയാളത്തിലുണ്ടാവും. അപ്പോൾ ഇത് റീമേക്കിലെ കഥയാണ് പറയുന്നത്.